റെയിൽവേ സ്റ്റേഷനിൽ വി.ഡി. സതീശനെ സ്വീകരിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരുടെ തിക്കിലും തിരക്കിലും പെട്ട് ഇൻഫർമേഷൻ സെന്ററിന്റെ ചില്ല് തകർന്നു. യു.ഡി.എഫിന്റെ ചരിത്ര വിജയത്തിന് ശേഷം വന്ദേ ഭാരത് എക്സ്പ്രസിൽ എത്തിയ അദ്ദേഹത്തെ വരവേൽക്കാൻ വൻ ജനക്കൂട്ടമാണ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത്. തിരക്ക് കാരണം വന്ദേ ഭാരത് എക്സ്പ്രസ് അല്പനേരം സ്റ്റേഷനിൽ പിടിച്ചിട്ടു. തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരത് എക്സ്പ്രസിൽ എറണാകുളത്ത് വന്നിറങ്ങിയ വി.ഡി. സതീശനെ പ്രവർത്തകർ ആവേശത്തോടെ തോളിലേറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരത് എക്സ്പ്രസിൽ എറണാകുളത്ത് വന്നിറങ്ങിയ വി.ഡി. സതീശനെ പ്രവർത്തകർ ആവേശത്തോടെ തോളിലേറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വൻ ജനത്തിരക്കിനിടയിൽ പ്രവർത്തകരുടെ കൈവശമുണ്ടായിരുന്ന കൊടിമരങ്ങളോ മറ്റോ തട്ടിയാകാം ഇൻഫർമേഷൻ സെന്ററിന്റെ ചില്ല് തകർന്നതെന്നാണ് പ്രാഥമിക സൂചന. ട്രെയിൻ എത്തുന്നതിന് 1 മണിക്കൂർ മുൻപേ തന്നെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ത്രിവർണ്ണ പതാകകളുമായി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇടം പിടിച്ചിരുന്നത്. പ്രവർത്തകരുടെ ആവേശപ്രകടനം റെയിൽവേ സ്റ്റേഷനിലെത്തിയ സാധാരണ യാത്രക്കാരെ ഏറെ വലച്ചു. തിക്കും തിരക്കും കാരണം വന്ദേ ഭാരതിൽ കയറാനോ ഇറങ്ങാനോ സാധിക്കാതെ യാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ട് നേരിട്ടു. സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ പോലും ആകാതെ പലരും പുറത്തു കുടുങ്ങി. യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കാൻ പോലീസിനും ഏറെ പണിപ്പെടേണ്ടി വന്നു. യാത്രക്കാരുടെ തടസ്സങ്ങളും പ്ലാറ്റ്ഫോമിലെ ജനത്തിരക്കും കാരണം വന്ദേ ഭാരത് എക്സ്പ്രസ് സ്റ്റേഷനിൽ അല്പനേരം പിടിച്ചിടേണ്ടി വന്നു. വൈകിട്ട് 6:42 എത്തേണ്ടിയിരുന്ന ട്രെയിൻ 6:51 പ്ലാറ്റ്ഫോമിൽ എത്തിയത്. പിന്നീട് ജനത്തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞതിനു ശേഷം 7:01 വന്ദേ ഭാരത് മംഗലാപുരത്തേക്ക് യാത്ര തുടർന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.